തുടക്കത്തിൽ എന്നെ തകർച്ചകളാണ്. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ടന്റ് ഇല്ല. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഇതുവരെ കണ്ടന്റും കിട്ടിയിട്ടില്ല. മന്തി കഴിക്കണോ കിട്ടാൻ മതിയായിരുന്നു. ഞങ്ങള് വീഡിയോ മന്തിയുടെ ആക്രമണത്തിന് വീഡിയോ ഒക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ ഞങ്ങൾ മറന്നു. ഒന്നുമില്ല, ഞങ്ങള് രാവിലെ ഇവിടെ എത്തിയപ്പോ ഞാൻ നേരെ വീഡിയോ ക്ലാസ്സിലെത്തിയപ്പോ ഇവിടെ എത്തിയപ്പോ തന്നെ പറഞ്ഞു മന്തി കഴിച്ചാലോ. ഒറ്റ മൈൻഡില് പെട്ടെന്ന് ഓർഡർ ചെയ്തു. പിരി അതാണ് വീഡിയോ എടുക്കാൻ മറന്നത്. ഞങ്ങൾ അതിന്റെ തിരക്കിലായിരുന്നു, അടിയുടെ തിരക്കില്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് മന്തിയൊക്കെ കഴിച്ച് കുറച്ചേരം റെസ്റ്റ് ഒക്കെ എടുത്ത് സമയം 3 മണിയാവുന്നുണ്ട്. ഞങ്ങളുടെ ഡെയിലി സ്പോർട്സ് ആണ് ഞങ്ങൾക്ക് താല്പര്യമില്ലാത്ത വിഷയം. ഞങ്ങൾ ആദ്യം കുറെ പോയിട്ട് സപ്പോർട്ടൊക്കെ ചെയ്തു കൊടുത്തു. കൈ കടിച്ചു. ഞാൻ മഞ്ഞ ടീം. ഞാൻ ടീമില്ല, ഞാൻ വൈറ്റ്. ഞാൻ എന്തൊക്കെയാണ് നിങ്ങൾ എന്താണ് ഞങ്ങൾ ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഞങ്ങൾ എന്താ പറയേണ്ടത് വെച്ചാൽ അത് നിങ്ങൾ കമന്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരും കമന്റ് ചെയ്തിട്ടില്ല. അതെ, നിങ്ങൾക്ക് ഞങ്ങളുടെ നമ്മുടെ വോയിസ് ക്ലിയർ ഉണ്ടാവും. കേൾക്കണ്ടേ ഞങ്ങൾ പറയണം കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് കമന്റ് പറയണത് അതിനാണ്. കമന്റ് ബോക്സ് ഓപ്പൺ ആണ്, നിങ്ങൾക്ക് എന്തും പറയാം, പോസിറ്റീവായിട്ടുള്ള എന്തും പറയാം. ഞങ്ങൾക്ക് ഒരു കണ്ടന്റ് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആ കണ്ടന്റ് മാക്സിമം യൂസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല നല്ല അറിവുകൾ പാതുകൾ ഞങ്ങൾക്ക് അറിയണത് പറഞ്ഞു തരും. ഞങ്ങൾ വീഡിയോ കണ്ടെല്ലാവരും ഓരോരോ കണ്ടന്റുകൾ എനിക്ക് പറഞ്ഞുതരാം. കണ്ടന്റ് ഉണ്ടോ കാര്യത്തില് ഉള്ള കാര്യത്തിൽ ഞങ്ങൾ വീഡിയോ എടുക്കുന്നില്ല അല്ലേ. മന്തി കഴിച്ചു, സ്പോർട്സ് നടക്കുന്നുണ്ട്, ഞങ്ങൾ വീഡിയോ എടുക്കാൻ മറക്കുക. ഞങ്ങൾക്ക് സത്യം പറഞ്ഞ വീഡിയോസ് ഒന്നും ഇടാനല്ല താല്പര്യം. ഞങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ മുന്നിൽ വരാനാണ് താല്പര്യം. അല്ല, മറ്റുള്ളവരുടെ വീഡിയോസ്, അത് മറ്റുള്ള വീഡിയോസ് ഒന്നും താല്പര്യം. അങ്ങനെ മറ്റുള്ളവരും കാണിക്കാം. മറ്റുള്ളവരെന്താണെന്ന് കാണിക്കാം. കണ്ടന്റ് കമന്റ് ചെയ്യണം. കണ്ടന്റ് കമന്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വീഡിയോ തുറന്ന് ഞങ്ങളിവിടെ വീഡിയോ ഓപ്പൺ ചെയ്യാൻ പക്ഷെ ഇന്നത്തെ കണ്ടന്റ് എന്താ ചോദിക്കുന്നത് ഈ ബെഡെടുത്ത് ഞങ്ങൾക്ക് കണ്ടന്റ് ഇല്ല. വീഡിയോ തുറന്നിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട അവസ്ഥയാണ്. ഷെറിയുടെ താത്തൊരു കമന്റ് ഇട്ടിട്ടുണ്ട്. അതിന് മാത്രം കണ്ടാണ് ഷെറിയുടെ താത്താക്ക് വേണ്ടിട്ട് കണ്ടന്റ് പറഞ്ഞത്. ഷെറിന്റെ താത്ത കണ്ടന്റ് പറഞ്ഞാണ്. ഷെറിന്റെ താത്ത കണ്ടന്റ് പറഞ്ഞ് തന്നെ ഞങ്ങൾ ആ കണ്ടന്റ് വെച്ച് വീഡിയോ നോക്കി അല്ലേ. ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കും. അപ്പൊ സമയത്തിന് 3:30 ഞങ്ങളെ വിടും. ഇന്ന് ആകെ 5 കുട്ടികളാകാൻ ആകെ 9 കുട്ടികളുള്ളൂ. അതില് ദിവസം 5, 4, 3. ഞാൻ ഹിബ, അംബിക, ലയ, 5 പേരാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ എങ്ങനെ ഉണ്ടാവും മാത്രമല്ലോ അവര് മാറി നിൽക്കുക. ഞങ്ങളുടെ ബ്ലോഗിൽ അവർക്ക് താല്പര്യമില്ല. പക്ഷെ 1 മില്യൺ അടിച്ചാൽ എല്ലാവരും ഞങ്ങളെ തേടി വരും, പിന്നാലെ വരും. ഞങ്ങളിപ്പോ കണ്ടില്ല ഇവിടെ ഇരിക്കണേ. ഇപ്പൊ ഞങ്ങൾ പിടിക്കണ്ട. 1 മില്യൺ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ തലകളാവും അല്ലേ ആൾക്കാർ. അവര് നോക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോ. ഇന്നിപ്പോ കണ്ടന്റ് ഇല്ല. കണ്ടന്റ് ഇപ്പൊ എന്താ നിങ്ങൾ ഇന്നലെ നമ്മൾ ബ്ലോഗ് ഇട്ടാ ഫുഡ് അതെന്താ വെച്ചാൽ സ്പോർട്സ് കഴിഞ്ഞിട്ട് വെയ്യാതെ ക്ഷീണിക്കുന്ന ആൾക്കാർ. ശരിക്കും ഞങ്ങൾക്ക് ഇന്നൊരു സ്റ്റോൾ ഇട്ടാണെങ്കിൽ നല്ല കച്ചവടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞങ്ങൾ സ്റ്റോൾ ഇട്ടില്ല. ആർക്കും വെയ്യ. പിന്നെ 5 പേര് വന്നിട്ടുള്ളൂ. അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മുടെ ഷംഷാദിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ലക്ഷദ്വീപ് പോയിട്ട് മീനിനെ കൊണ്ടുവരാറുണ്ട്. ജീവുള്ള മീനുകൾ കടലിൽ ഇറങ്ങി മീനെടുത്ത് ദ്വീപിലൊക്കെ ഇറങ്ങിയിട്ട്. അങ്ങനെയൊക്കെയാണ് ഗൈസ്. വേറെ നിങ്ങളുടെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക. ശരി ഇവളെ വണ്ടി ഇടിച്ചിട്ട് ഓക്കെ
കുഴപ്പമൊന്നുമില്ല, കുറച്ച് നീരൊക്കെ ഉണ്ട് കണ്ടോ. കുറച്ച് നീരും പിന്നെ ആ മുറിഞ്ഞതിന്റെ സംബന്ധമൊക്കെ ഉണ്ട്. ഇതൊക്കെ ആരും മാറി. പിന്നെ ചോദിക്കണില്ല. നിങ്ങളൊന്നും എന്താ ചോദിക്കാത്തത്? ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇത്ര, നമ്മള് താല്പര്യമില്ല അവൾക്ക് ഇവന് ഇതായി പറഞ്ഞിട്ട് ഒന്നും വന്ന് ചോദിക്കൊന്നും ചെയ്തില്ല. ആരില്ല, അവരും തന്നെ നമ്മളെ വില വെക്കുന്നില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട്. നിങ്ങൾ പറയൂ, ഞങ്ങൾ ഈ വീഡിയോ തുടരണോ അതോ ഞങ്ങളുടെ സീൻ ഡീപ്പ് ഞങ്ങൾ ട്രിപ്പ് പോയപ്പോ, ഞങ്ങൾ മൂന്നാർ ട്രിപ്പ് പോയപ്പോ മറ്റേ ഇരവിക്കുളം നാഷണൽ പാർക്കിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണ് ഞങ്ങൾ. അതൊരു നിമിത്തമായില്ലേ ഹിബ? ഇപ്പോൾ അതൊരു വലിയ നിമിത്തം. വേറെ ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കണ്ടന്റ് പറഞ്ഞു തന്നാൽ ഞങ്ങൾ കൂടുതൽ കണ്ടന്റ് പറയണം. ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ ബൈ. കഴിച്ചൊക്കെ പറയാൻ പറ്റിയ ആൾക്കാരുണ്ട്.